വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജോർജ് പരാമർശങ്ങൾ ആവർത്തിക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെന്നും കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചു. പറ്റിപ്പോയതാണെന്നും മാപ്പ് അപേക്ഷിച്ചു എന്നുമുള്ള ജോർജിന്റെ വാദം കോടതി തള്ളി. ജനുവരി 6-ന് ചാനൽ ചർച്ചയിലായിരുന്നു ജോർജിന്റെ പരാമർശം. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് ജോർജിനെതിരെ കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് പി.സി. ജോർജിനെതിരെ ചുമത്തിയത്. ചർച്ചയ്ക്കിടെ ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നതാണ് പരാതി. കോട്ടയം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ പരിഗണനയിൽ ജോർജിനെതിരെ വന്ന കേസുകളിൽ ജോർജ് നടത്തിയ പരാമർശങ്ങൾ എടുത്തു പറഞ്ഞാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ജോർജിന്റേത് നാക്കുപിഴ അല്ലെന്ന് കോടതി വ്യക്തമാക്കി. ചാനൽ അവതാരകൻ പ്രകോപിപ്പിച്ചപ്പോൾ പറ്റിപ്പോയതാണെന്നും മാപ്പപേക്ഷിച്ചെന്നുമുള്ള പ്രതിയുടെ വാദവും കോടതി തള്ളി. 30 വർഷം MLA ആയ ഒരാൾ പ്രകോപിതനാവുന്നുവെങ്കിൽ അയാൾ പൊതുപ്രവർത്തകനാകാൻ അർഹനല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരാമർശങ്ങൾ നടത്താറുള്ള പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്തരം പ്രവണതകൾ മുളയിലേ നുള്ളണം. പിഴയടച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം അനുവദിക്കാനാകില്ല. നിയമനിർമ്മാണം ആവശ്യമുണ്ട്. പാർലമെന്റും നിയമ കമ്മീഷനും ഇക്കാര്യം പരിശോധിക്കണം. ഉത്തരവിന്റെ പകർപ്പ് നിയമ കമ്മീഷന് അയക്കാൻ രജിസ്ട്രാർക്ക് കോടതി നിർദ്ദേശം നൽകി. ജോർജിന് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കി. ജനുവരി 6-ന് ചാനൽ ചർച്ചയിലായിരുന്നു ജോർജിന്റെ പരാമർശം. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് ജോർജിനെതിരെ കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് ജോർജിനെതിരെ ചുമത്തിയത്. ചർച്ചയ്ക്കിടെ ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി. കോട്ടയം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.